ഗുഡ് വിൽ ജംഗ്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ BBA ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു 4 പാർട്ട് വീഡിയോസ് ഇട്ടിരുന്നു. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ഒരു സെക്കൻഡ് ചാപ്റ്റർ ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരുന്നത്. കോസ്റ്റ് ഓഫ് ഡിബഞ്ചറും അതുപോലെ കോസ്റ്റ് ഓഫ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ലാസ്റ്റ് എടുക്കാനായിട്ടുള്ളത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വരുന്ന കോസ്റ്റാണ്. നമുക്കറിയാം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പറഞ്ഞാൽ കമ്പനിയുടെ റിയൽ ഓണേഴ്സും അതുപോലെ തന്നെ റിസ്ക് ടേക്കേഴ്സുമാണ്. അപ്പോൾ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് ഈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം നമുക്കറിയാം അവർക്ക് കൊടുക്കുന്ന റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഒരിക്കലും ഫിക്സഡ് ആയിരിക്കില്ല. നമ്മുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനൊക്കെ നമ്മളൊരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണല്ലോ കൊടുക്കുക. പക്ഷേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമുക്ക് ഫിക്സഡ് ഡിവിഡൻഡ് അല്ലാത്തത് കൊണ്ട് തന്നെ അത് പ്രീ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇതിനനുസരിച്ച് നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റിനനുസരിച്ചും കമ്പനിയുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചും അത് വേരി ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചില എക്സ്പെക്റ്റ് ഡിവിഡൻഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ മെത്തേഡ്സ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലിലെ കോസ്റ്റ് വർക്കൗട്ട് ചെയ്യാനായിട്ട് മെയിനായിട്ട് നമുക്ക് 4 മെത്തേഡുകളാണുള്ളത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ 4 മെത്തേഡുകളാണുള്ളത്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് ഡിവിഡൻഡ് ഓർ പ്രൈസ് അപ്രോച്ചാണ്. രണ്ടാമത്തെ മെത്തേഡ് ഡിവിഡൻഡ് ഓർ പ്രൈസ് പ്ലസ് ഗ്രോത്ത് അപ്രോച്ചാണ്. തേർഡ് വൺ ഏണിങ്സ് പ്രൈസ് അപ്രോച്ചാണ്. ഫോർത്ത് വൺ റിയലൈസ്ഡ് ഈൽഡ് അപ്രോച്ചാണ്. അതിൽ നമുക്ക് ഫസ്റ്റ് മെത്തേഡ് പഠിക്കാം. ഡിവിഡൻഡ് ഓർ പ്രൈസ് അപ്രോച്ചാണ്. ദിസ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് മാർക്കറ്റ് വാല്യൂ ഷെയർസ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ ഫ്യൂച്ചർ ഡിവിഡൻഡ് ഓൺ ദ ഷെയർസ്. അതായത് ഈ മെത്തേഡ് അനുസരിച്ച് നമ്മൾ അസ്യൂം ചെയ്യാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ നേരിട്ട് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്, ഫ്യൂച്ചർ ഡിവിഡൻറ്റുമായിട്ട്, ഒരു ഷെയറിൻ്റെ ഫ്യൂച്ചർ ഡിവിഡൻറ്റുമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ആണ് എന്ന രീതിയിലാണ് ഇവിടെ നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ദ ഫ്യൂച്ചർ ഡിവിഡൻഡ് പെർ ഷെയർ ഇറ്റ്സ് എക്സ്പെക്റ്റഡ് ടു ബി കോൺസ്റ്റൻറ്റ് ആൻഡ് ദ കമ്പനി വിൽ ഏൺ സഫീഷ്യൻറ്റ് പ്രോഫിറ്റ് ടു കീപ് ദ ഷെയർ ഹോൾഡേഴ്സ് ഹാപ്പി. അതായത് ഫ്യൂച്ചർ ഡിവിഡൻഡ് എന്ന് പറയുന്നത് മുൻകൂട്ടി നമ്മളൊരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ഫ്യൂച്ചർ ഡിവിഡൻഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം കമ്പനി എന്ത് ചെയ്യാണ്, ഒരു സഫീഷ്യൻറ്റ് പ്രോഫിറ്റ് വന്നാൽ മാത്രമാണ് ഷെയർ ഹോൾഡേഴ്സ് ഹാപ്പി ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കൺസിഡർ ചെയ്യാനായിട്ട് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ഫ്യൂച്ചർ ഡിവിഡൻഡ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കുകയാണ് ചെയ്യുക. അതാണ് ഡിവിഡൻഡ് ഒരു പ്രൈസ് അപ്രോച്ചിൽ ചെയ്യുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഈസ് കമ്പ്യൂട്ടഡ് ബൈ ഡിവൈഡിങ് ദ കറൻറ്റ് ഡിവിഡൻഡ് ബൈ ദ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ. അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈസ് ഈക്വൽ ടു D ഡിവൈഡഡ് ബൈ MP, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈസ് ഈക്വൽ ടു D ഡിവൈഡഡ് ബൈ NP ചെയ്താൽ നമുക്ക് സെയിം ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മളിവിടെ D എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിവിഡൻഡ് പെർ ഇക്വിറ്റി ഷെയർ ആണ്. ഒരു ഇക്വിറ്റി ഷെയറിന് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഡിവിഡൻഡാണ് D എന്ന് പറഞ്ഞാൽ. ഇനി NP എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രൊസീഡ്സ്. ഓൾറെഡി നമ്മൾ മുമ്പത്തെ പ്രിഫറൻസ് ഷെയറിൻ്റെയും ഡിബഞ്ചറിൻ്റെ ഒക്കെ നമുക്ക് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണുമ്പോൾ നമ്മൾ NP പഠിച്ചിരുന്നു. NP എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രൊസീഡ്സ് ആണ്. നമ്മൾ ഫ്രഷ് ഇഷ്യൂ നടത്തുമ്പോൾ വരുന്ന നെറ്റ് പ്രൊസീഡ്സ് ആണ് NP എന്ന് പറഞ്ഞാൽ. MP എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് കമ്പനീസിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയറിനെയാണ് MP എന്ന് പറയുക. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആകും. അപ്പോൾ രണ്ടിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി വർക്കൗട്ട് ചെയ്യുക. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ജ്യോതി ലിമിറ്റഡ് ഓഫേഴ്സ് ഫോർ പബ്ലിക് സബ്സ്ക്രിപ്ഷൻ ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each ആണ് അറ്റ് എ പ്രീമിയം ഓഫ് ₹10%. ദ കമ്പനി പേയ്സ് 5% ഓഫ് ദ ഇഷ്യൂ പ്രൈസ് ആസ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ. അപ്പോൾ കമ്പനി 5% ആണ് ഇഷ്യൂ പ്രൈസിൻ്റെ 5% ആണ് കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് എക്സ്പെക്റ്റഡ് ബൈ ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഈസ് 20%. അപ്പോൾ ഇവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടാവുന്ന റേറ്റ് ഓഫ് ഡിവിഡൻഡ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 20% ആണ്. കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ. അതുകൂടാതെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. വിൽ യുവർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ബി ഡിഫറെൻറ്റ്? അതായത് നിങ്ങളുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിഫറെൻ്റ് ആണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ബി കാൽക്കുലേറ്റഡ് ഓൺ ദ കറൻറ്റ് മാർക്കറ്റ് വാല്യൂ, ഇപ്പോഴത്തെ കറൻറ്റ് മാർക്കറ്റ് വാല്യൂ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഇപ്പോഴത്തെ കറൻറ്റ് മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ട് ഷെയറിൻ്റെ 15 രൂപ. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് പ്രൈസിൽ MP വെച്ചുകൊണ്ട് നിങ്ങളുടെ ഈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി വർക്കൗട്ട് ചെയ്യുക. അങ്ങനെ മാർക്കറ്റ് പ്രൈസ് തരികയാണെങ്കിൽ നമുക്ക് 2 രീതിയിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കാം. നോർമൽ സിറ്റുവേഷൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാരണം D/NP ആണ്. മാർക്കറ്റ് പ്രൈസ് അവൈലബിൾ ആണെങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാരണം D/MP ആണ് കേട്ടോ. നമുക്ക് ആദ്യം D/NP വെച്ച് ചെയ്യാം.
അപ്പോൾ NP എന്ന് പറയുന്ന നെറ്റ് പ്രൊസീഡ്സ് ആണ്. അപ്പോൾ നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലോട്ട് ആഫ്റ്റർ എല്ലാം കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ മൊത്തം നമുക്ക് ഷെയറിൻ്റെ വില എത്രയാണ് നമ്മൾ ഇഷ്യൂ ചെയ്തേക്കണം, ഓഫർ ചെയ്തേക്കണം 10 രൂപയുടെ ഷെയറാണ്. അതിൽ 10% പ്രീമിയം ഉണ്ട്. അപ്പോൾ 10 രൂപയുടെ 10% എന്ന് പറഞ്ഞാൽ 11 രൂപയാണ്. പക്ഷേ അതിനകത്ത് നമുക്കൊരു 5% നമുക്ക് കമ്മീഷൻ പോകുന്നുണ്ട്. അപ്പോൾ 11 രൂപയുടെ 5% നമ്മൾ കുറച്ചിട്ട് വേണം നെറ്റ് പ്രൊസീഡ്സ് എഴുതാനായിട്ട്. അപ്പോൾ 11 ഇൻറ്റു 5/100 അപ്പോൾ 11 ഇൻറ്റു 5/100 എത്രയാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ലെസ് ചെയ്യുക. അതാണ് നമ്മുടെ നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 10 രൂപ 45 പൈസയാണ്. അതാണ് നെറ്റ് പ്രൊസീഡ്സ്. നമ്മുടെ കമ്മീഷനും എല്ലാം കൂടി കഴിച്ചിട്ട് നമുക്ക് കിട്ടുന്ന നെറ്റ് പ്രൊസീഡ്സ് ആണ് 10 രൂപ 45 പൈസ. അതാണ് NP. ഇനി ഡിവിഡൻ്റ് ആണ്. ഡിവിഡൻ്റ് ക്വസ്റ്റിനിൽ ഡയറക്റ്റ്ലി പറയുന്നുണ്ട് എത്രയാണ് ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന ഡിവിഡൻ്റ് 20%. ഡിവിഡൻ്റ് നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ഫേസ് വാല്യൂന് നോക്കുക. അപ്പോൾ 10 രൂപയുടെ ഷെയർ ആണല്ലോ. അപ്പോൾ 10 രൂപയുടെ ഷെയറിന് 20% ഡിവിഡൻ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ 10 ഇൻറ്റു 20/100 2 രൂപയാണ് നമ്മുടെ ഡിവിഡൻ്റ്. നമ്മുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണുന്ന ഇക്വേഷൻ എന്താണ്? D/NP ആണ്. അപ്പോൾ ഇവിടുത്തെ ഡിവിഡൻ്റ് 2 രൂപയാണ്. അപ്പോൾ 2/NP നെറ്റ് പ്രൊസീഡ്സ് കണ്ടുവച്ചിട്ടുണ്ട് 10 രൂപ 45 പൈസ ഇൻറ്റു 100 ചെയ്യുക. കാരണം നമ്മൾ പെർസെൻറ്റേജ് ആണല്ലോ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 19.14%. അതാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എന്ത് വർക്കൗട്ട് ചെയ്യാം? മാർക്കറ്റ് പ്രൈസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കാൻ നോക്കാം. മാർക്കറ്റ് പ്രൈസ് ഉപയോഗിച്ചുകൊണ്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാരണം D/MP ഇൻറ്റു 100 ചെയ്താൽ മതി. MP എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ്. അത് ഡയറക്റ്റ്ലി ക്വസ്റ്റിൽ വന്നിട്ടുണ്ട്. എത്രയും മാർക്കറ്റ് പ്രൈസ്, മാർക്കറ്റ് വാല്യൂ ഷെയർ 15 രൂപയെന്ന് പറയുന്നില്ലേ. ഡിവിഡൻറ്റിന് മാറ്റമൊന്നുമില്ല, 2 രൂപ. 2/15 ഇൻറ്റു 100 13.3% എന്ന് നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ നമുക്കൊരു പ്രോബ്ലം കൂടി നമുക്ക് വർക്കൗട്ട് ചെയ്യാം. നമ്മുടെ ഡിവിഡൻഡ് ഓർ പ്രൈസ് അപ്രോച്ച് വെച്ചുകൊണ്ട് ഒരു പ്രോബ്ലം കൂടി വർക്കൗട്ട് ചെയ്യാം. A company issues 1000 equity shares of ₹100 each at a premium of 10%. 100 രൂപയുടെ ഷെയറാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്. 10% പ്രീമിയത്തിലാണ്. The company has been paying 20% dividend on equity shareholders for the past 5 years. കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് 20% വെച്ചിട്ടാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. ആൻഡ് എക്സ്പെക്ട് ടു മെയിൻറ്റെയിൻ ദ സെയിം ഇൻ ഫ്യൂച്ചർ ഓൾസോ. അപ്പോൾ ഈ 20% തന്നെ നമ്മൾ ഫ്യൂച്ചറിലും കൊടുക്കാനായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. ഫ്യൂച്ചറിലും കൊടുക്കുമെന്ന രീതിയിൽ എക്സ്പെക്ട് ചെയ്യുന്നു. കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അതാണ് പറയുന്നത്. അവിടെ വരെയാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ. അടുത്ത ഒരു ലൈൻ കൂടി ഉണ്ട്. വിൽ ദർ ബി എനി ഡിഫറൻസ് ഇൻ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർ. മാർക്കറ്റ് പ്രൈസ് ഒരു 160 ആയി കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ 2 രീതിയിൽ നമുക്ക് എന്ത് വർക്കൗട്ട് ചെയ്യണം? നമ്മുടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി വർക്കൗട്ട് ചെയ്യാം. നമുക്ക് ആദ്യം ഫസ്റ്റ് മെത്തേഡ് വെച്ച് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി വർക്കൗട്ട് ചെയ്യാം. ആ മെത്തേഡ് വെച്ച് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണുന്ന ഇക്വേഷൻ എന്താ? ഡിവിഡൻഡ്/NP അല്ലേ. അപ്പോൾ നെറ്റ് പ്രൊസീഡ്സ് നമുക്ക് ആദ്യം വർക്കൗട്ട് ചെയ്യാം. നെറ്റ് പ്രൊസീഡ്സ് 100 രൂപയുടെ ഷെയറാണ്. അതിനകത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട്? 10% പ്രീമിയം. അപ്പോൾ 100 ഇൻറ്റു 10/100 ചെയ്യുമ്പോൾ നമുക്കറിയാം 10 രൂപ എന്ന് കിട്ടും. അപ്പോൾ 100 + 10 110 രൂപ. ഇവിടെ കമ്മീഷനൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങളതൊന്നും കുറയ്ക്കേണ്ട. മറ്റേ ക്വസ്റ്റനിൽ കമ്മീഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഈ കമ്മീഷൻ കുറച്ചത്. അപ്പോൾ നെറ്റ് പ്രൊസീഡ്സ് ഇവിടെ 110 ആണ്. ഈ ഡിവിഡൻറ്റ് എത്ര പെർസെൻറ്റേജ്? 20% അല്ല. അപ്പോൾ 100 രൂപയുടെ 20% 20 രൂപ. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാം 20/110 ഇൻറ്റു 100 18.18%. ഇനിയിപ്പോൾ മാർക്കറ്റ് പ്രൈസ് വെച്ച് കണ്ടുപിടിച്ചാൽ മാർക്കറ്റ് പ്രൈസ് 160 എന്നല്ലേ പറഞ്ഞേക്കണേ. അപ്പോൾ ഡിവിഡൻഡ്/160 ഇൻറ്റു 100. അപ്പോൾ 20/160 ഇൻറ്റു 100 12.5%, 12.5%. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് ഓഫ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയുടെ ഫസ്റ്റ് മെത്തേഡ്, ഡിവിഡൻഡ് ഓർ പ്രൈസ് അപ്രോച്ച്. നമുക്ക് സെക്കൻഡ് മെത്തേഡിലേക്ക് പോകാം. ഡിവിഡൻഡ് ഓർ പ്രൈസ് പ്ലസ് ഗ്രോത്ത് അപ്രോച്ചാണ് നമുക്ക് നെക്സ്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ടുള്ളത്. എന്താണ് ഡിവിഡൻഡ് ഓർ പ്രൈസ് പ്ലസ് ഗ്രോത്ത് അപ്രോച്ച്? നമുക്ക് നോക്കാം. A good company is one which going and growing. Earnings and dividend do not remain constant for such a company. ചില കമ്പനികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന കമ്പനീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏണിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഏണിങ്സും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഡിവിഡൻറ്റും ഓട്ടോമാറ്റിക്കലി കൂടണം. അപ്പോൾ ഡിവിഡൻറ്റ് നമുക്ക് ഒരിക്കലും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് വയ്ക്കാനായിട്ട് പറ്റില്ല. ദ ഗ്രോത്ത് റേറ്റ് ഇൻ ഡിവിഡൻസ് ഇൻഫ്ലുവൻസ് ദ പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർ ഡയറക്ട്ലി. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഡിവിഡൻറ്റിലുണ്ടാകുന്ന ഗ്രോത്ത് റേറ്റ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഷെയറിൻ്റെ പ്രൈസിനെ എന്താവും ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ നമ്മൾ ആ ഗ്രോത്ത് റേറ്റും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാം. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾ പഠിച്ചിരിക്കുന്ന തൊട്ട് മുമ്പ് പഠിച്ച ഇക്വേഷനുടെ ഗ്രോത്തും കൂടി ആഡ് ചെയ്താൽ മതി. അതായത് ഒന്നില്ലെങ്കിൽ D1/NP + G അല്ലെങ്കിൽ D1/MP + GG. അതായത് നെറ്റ് പ്രൊസീഡ്സും വെച്ചും അതുപോലെ മാർക്കറ്റ് പ്രൈസും വെച്ച് നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കാൻ പഠിച്ചില്ലേ? അതിൻ്റെ കൂടെ ഗ്രോത്ത് റേറ്റും കൂടി നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ G എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് റേറ്റ് ആണ്. D1 എന്ന് പറഞ്ഞാൽ ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയർ ഡിവിഡൻ്റ് ആണ് കേട്ടോ. അതായത് ഈ വർഷത്തെ ഡിവിഡൻറ്റ് വേണം നമ്മൾ ഡിവിഡൻ്റായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട്. നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് വർക്കൗട്ട് ചെയ്യാം.
പ്രോബ്ലം ഇതാണ്. എ കമ്പനി ഹാസ് പെയ്ഡ് എ ഡിവിഡൻഡ് ഓഫ് 1 പെർ ഷെയർ ആണ് ലാസ്റ്റ് ഇയർ ആൻഡ് ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഗ്രോ അറ്റ് 10% നെക്സ്റ്റ് ഇയർ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ 1 പെർ ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി നിലവിൽ ഇപ്പോൾ 1 രൂപയാണ് ഡിവിഡൻഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബ്രാക്കറ്റിൽ പറയുന്നത് ഓഫ് ഫേസ് വാല്യൂ ഓഫ് ₹10 ഈച്ച്, 10 രൂപയുടെയാണ്. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ഷെയറിന് 1 രൂപയാണ് നമ്മൾ ഡിവിഡൻഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ഇയർ ആൻഡ് ഇസ് എക്സ്പെക്റ്റഡ് ടു ഗ്രോ അറ്റ് 10% നെക്സ്റ്റ് ഇയർ. ഓരോ വർഷം കഴിയുമ്പോഴും അല്ലെങ്കിൽ അടുത്ത വർഷം ഒരു 10% ഗ്രോത്ത് സംഭവിക്കും എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇഫ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ ഈസ് 655. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് 55 ആകുമ്പോൾ ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എത്രയാണെന്നാണ് വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞേക്കണേ. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല ഇക്വേഷൻ മാർക്കറ്റ് പ്രൈസ് അല്ലേ തന്നേക്കണേ. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാൻ D1/MP പ്ലസ് G ചെയ്താൽ മതി. മാർക്കറ്റ് പ്രൈസ് നമുക്ക് ഡയറക്റ്റ്ലി അറിയാം 55 ആണ്. ഇനി ഡിവിഡൻ്റ് ആണ്. ഡിവിഡൻ്റ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കറണ്ട് ഇയർ ഡിവിഡൻ്റ് ആണ്. അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, അവിടെ നമ്മൾ ഇക്വേഷൻ പറഞ്ഞെടുത്ത് പറഞ്ഞു ലാസ്റ്റ് ഇയർ ഡിവിഡൻഡ് അഡ്ജസ്റ്റഡ് ബൈ ഗ്രോത്തും കൂടി അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഡിവിഡൻഡ് വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ കേട്ടോ. അത് പ്രത്യേകം ഓർക്കുക. ഡിവിഡൻഡ് ഓൾറെഡി കൊടുക്കുന്ന ഡിവിഡൻഡിൽ എടുക്കേണ്ടത് ഗ്രോത്തും കൂടി നമ്മൾ കൺസിഡർ ചെയ്തതിന് ശേഷമുള്ള ഡിവിഡൻഡ് എടുക്കണം. അപ്പോൾ ഒരു കമ്പനി 1 രൂപ വെച്ചിട്ടാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്, പക്ഷേ ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഗ്രോ അറ്റ് 10% നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷം 10% കൂടുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്യണം. അപ്പോൾ 1 രൂപയുടെ 10% എന്ന് പറഞ്ഞാൽ 10 പൈസയാണ്. അപ്പോൾ 1 രൂപ പ്ലസ് 10 പൈസ 1 രൂപ 10 പൈസ അതാണ് ഡിവിഡൻഡ് ബൈ എന്താണ് മാർക്കറ്റ് പ്രൈസ് 55 പ്ലസ് ഗ്രോത്ത് റേറ്റ് 10%, 10/100 0.10. അത് ചെയ്യുമ്പോൾ നമുക്ക് 12% എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗ്രോത്ത് റേറ്റും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി വർക്കൗട്ട് ചെയ്യാം. ഇതിൻ്റെ ഒരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. ദ ഇക്വിറ്റി ഓഫ് വിനസ് ലിമിറ്റഡ് ആർ ട്രേഡഡ് ഇൻ ദ മാർക്കറ്റ് അറ്റ് 90 ഈച്ച്. The current year dividend per share is 18 ആണ്. The subsequent growth in dividend is expected at the rate of 6%. Calculate the cost of equity capital. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി മാർക്കറ്റ് പ്രൈസ് 90 ആണ്. കറണ്ട് ഇയർ ഡിവിഡൻഡ് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. മറ്റൊരു കറണ്ട് ഇയർ ഡിവിഡൻഡ് അല്ല തന്നിരുന്നത്, കൊടുത്തുകൊണ്ടിരിക്കുന്ന ഡിവിഡൻഡാണ് 1 രൂപ എന്ന് പറഞ്ഞത്. കറണ്ട് ഇയർ കിട്ടണമെങ്കിൽ ഒരു 10% കൂടി കൂടണം എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഡയറക്റ്റ്ലി നമുക്ക് കറണ്ട് ഇയർ ഡിവിഡൻഡാണ് തന്നേക്കുന്നത് 18 രൂപ. അപ്പോൾ D1 18 എന്ന് കൊടുക്കാം. ബൈ മാർക്കറ്റ് പ്രൈസ് നമുക്കറിയാം ക്വസ്റ്റിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് മാർക്കറ്റ് അറ്റ് 90 ഈച്ച്. അപ്പോൾ 90 പ്ലസ് ഗ്രോത്ത് റേറ്റ് എത്ര പെർസെൻറ്റേജ് ആണ്? ഗ്രോത്ത് റേറ്റ് 6%. അപ്പോൾ 6/100 0.06. അങ്ങനെ ചെയ്യുമ്പോൾ ആൻസർ നമുക്ക് 26% എന്ന് കിട്ടും. ഇതാണ് സെക്കൻഡ് മെത്തേഡ് ഓഫ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. നെക്സ്റ്റ് മൂന്നാമത്തെ മെത്തേഡാണ് ഏർണിങ്സ് പ്രൈസ് അപ്രോച്ച് ആണ്. The advocates of this approach correlates the earnings of the company with the market price of its shares. If the earnings are increasing, the investor is happy in the sense that he can participate in the good days tomorrow. Investor expects a certain amount of earnings, whether distributed or not, from the company where he has invested. Earnings എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കമ്പനിയുടെ ഏർണിങ്സ് എപ്പോഴും എന്താണ് ഒരേപോലെ ആയിരിക്കില്ല. അപ്പോൾ ഏർണിങ്സും അതുപോലെ മാർക്കറ്റ് പ്രൈസും തമ്മിലൊരു കോറിലേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്, ഒരു ബന്ധമുണ്ട്. അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം ഏർണിങ്സ് പ്രൈസ് അപ്രോച്ച് വർക്കൗട്ട് ചെയ്യാനായിട്ട്. അത് കാണാനായിട്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാനായിട്ട് ഡിവിഡൻഡിന് പകരം നമ്മൾ ഏർണിങ്സ് കൊടുക്കാം. അപ്പോൾ ഏർണിങ്സ് ബൈ MP അല്ലെങ്കിൽ ഏർണിങ്സ് ബൈ NP എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം നമുക്ക് നോക്കാം. New Look Limited has 50,000 equity shares of ₹10 each and its current market value is ₹45 each. After tax profit of the company for the year ended 31st March 2012 is ₹9,60,000. കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ബേസ്ഡ് ഓൺ ഏർണിങ്സ് പ്രൈസ് അപ്രോച്ച്. അപ്പോൾ അണ്ടർലൈൻ ചെയ്യുക, ഏർണിങ്സ് പ്രൈസ് അപ്രോച്ച് വർക്കൗട്ട് ചെയ്യണം. ആ ഒരു മെത്തേഡിൽ വേണം നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി വർക്കൗട്ട് ചെയ്യാനായിട്ട്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ഇതിലാണ് ഏർണിങ്സ് കിട്ടുന്നത്, ഏർണിങ്സ് EPS വർക്കൗട്ട് ചെയ്യുക. EPS കാണാൻ നിങ്ങൾ ഓൾറെഡി മുൻപ് പഠിച്ചിട്ടുണ്ട്, പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർ ആണ്. അപ്പോൾ ഇവിടെ കമ്പനി ഏൺ ചെയ്തിട്ടുള്ള പ്രോഫിറ്റ്, അതായത് ടാക്സിന് ശേഷം കമ്പനി ഏൺ ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് 9,60,000 ആണ്. ഡിവൈഡ് ബൈ എത്ര ഷെയറിനാണ് 9,60,000 കിട്ടിയേക്കുന്നത്? 50,000 ഷെയറിനല്ലേ. അപ്പോൾ 9,60/50,000 ചെയ്യുമ്പോൾ 19 രൂപ 20 പൈസ 19.20 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ഒരു ഷെയറിൽ നിന്ന് നമ്മൾ കിട്ടിയിരിക്കുന്ന ഏർണിങ്സാണ് 19 രൂപ 20 പൈസ. അപ്പോൾ മൊത്തമായിട്ട് കമ്പനി ഏൺ ചെയ്തിട്ടുള്ള പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഷെയർ വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? EPS കിട്ടും. അപ്പോൾ അത് ശ്രദ്ധിക്കണം, എപ്പോഴും ആഫ്റ്റർ ടാക്സ് എടുക്കണം. കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എല്ലാം കുറച്ചതിന് ശേഷമുള്ള പ്രോഫിറ്റ് എടുക്കണം. അപ്പോൾ 9,60/50,000 19.20 ദാറ്റ് ഈസ് ഏർണിങ്സ്. അപ്പോൾ ഏർണിങ്സിന് അവിടെ 19 രൂപ 20 പൈസ കൊടുക്കുക. ഡിവൈഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ക്വസ്റ്റിനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് 45 രൂപയാണ്.
ഇൻറ്റു 100 ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ 42.66% എന്ന് കിട്ടും. ഇതാണ് ഏണിംഗ് പ്രൈസ് അപ്രോച്ച്. അപ്പോൾ നിങ്ങൾ എല്ലാത്തിൻ്റെയും ഇക്വേഷൻസൊക്കെ ഒന്ന് എഴുതി വെച്ച് പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് ലാസ്റ്റ് മെത്തേഡാണ് റിയലൈസ്ഡ് ഈൽഡ് അപ്രോച്ചാണ്. റിയലൈസ്ഡ് ഈൽഡ് അപ്രോച്ച് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി അതിൻ്റെ തിയറി. According to this approach, the cost of equity capital should be determined on the basis of return actually realized by the investors in a company on their equity share holding. അതായത് ഓരോരുത്തരും ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷെയർ റിയലൈസ് ചെയ്തതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് വർക്കൗട്ട് ചെയ്യുക, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി വർക്കൗട്ട് ചെയ്യുക. ആ ഒരു മെത്തേഡിനെയാണ് റിയലൈസ്ഡ് ഈൽഡ് അപ്രോച്ച് എന്ന് പറയാം. To compute the cost of capital, the past dividend declared and actual capital appreciations in the value of share is considered. അതായത് ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണണമെങ്കിൽ ഇതുവരെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡിവിഡൻറ്റും അതുപോലെ തന്നെ എത്രയാണോ ക്യാപിറ്റൽ അപ്രിസിയേറ്റ് ചെയ്തിട്ടുള്ളത് അതും കൂടിയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഷെയറിൽ നമ്മൾ അതും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി വർക്കൗട്ട് ചെയ്യുക. അതാണ് റിയലൈസ്ഡ് ഈൽഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.